ഈ ലൈറ്റർ കത്തിച്ച് നിൽക്കുന്ന പയ്യനാണെങ്കിൽ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ലൈറ്റർ കത്തിച്ച് പിടിച്ചുകൊണ്ട് അവിടെ മുഴുവൻ തീയിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത്. അവൻ വളരെ വയലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവൻ നിന്നുകൊണ്ടിരുന്നത്. ലൈറ്റർ തറയിൽ വീഴുന്ന അവസ്ഥയായപ്പോഴത്തേക്ക് ഇവൻ ആ ലൈറ്ററിനെ കയറി പിടിക്കുകയും അവനെ പിടിച്ച് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട്. ആ തള്ളിയിടുന്ന സമയത്ത് അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇവൻ്റെ നെഞ്ചിൽ തന്നെ കുത്തുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ കത്തി കുത്തി കയറുന്നതുകൊണ്ട് അവന് പെട്ടെന്നൊരു ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവൻ ഫ്ലോറിൽ തന്നെ വീഴാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ബോധം പോവാണ്. ഇവനെ കത്തി കൊണ്ട് കുത്തിയ അവനും തറയിൽ വീഴുന്നതിൻ്റെ ശക്തി തലയിൽ നന്നായിട്ട് ഇടിച്ചത് കാരണം അവൻ്റെ ബോധം പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തിക്ക് പോലീസൊക്കെ വരികയാണ്. പോലീസും ആംബുലൻസൊക്കെ വരുന്നുണ്ട്. ആംബുലൻസ് ഇവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറയാണ് ഇവൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇതുവരയ്ക്കുമായിട്ട് അവന് കോൺഷ്യസ് വന്നിട്ടില്ല. ഇവന് ബോധമില്ലാതെയാണ് കിടക്കുന്നത്. ഇവൻ കോമയിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നതെന്ന് ഡോക്ടർ പറയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവർ നന്നായിട്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഇവൾ വളരെയധികം വിഷമിച്ച് അവൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ കണ്ണ് തുറക്കുന്നവരെ ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, എത്രയും പെട്ടെന്ന് കണ്ണ് തുറന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവളെ തലയിൽ അവൻ വന്ന് തൊടുന്നുണ്ട്. തൊട്ടിട്ട് അവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് നീ ഇത്ര പെട്ടെന്ന് നീ എണീച്ചോ, ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വളരെ സന്തോഷമായിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനി എന്നെ വിട്ട് നീ ഒരിക്കലും പോവല്ല, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇമോഷണലായിട്ട് അവൻ പറയാണ് നീ എനിക്കൊരു പ്രോമിസ് തരണം, നീ നിൻ്റെ ശരീരം നന്നായിട്ട് നോക്കുമെന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരണം, അതുപോലെ നീ നിൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് പ്രോമിസ് തരണമെന്നൊക്കെ ഇവൻ പറയണം. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് അവൾക്ക് വളരെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇവൾ അവൻ്റെ കൂടെ പുറത്ത് പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് അവൾ ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് പുറത്ത് അവളെ കൊണ്ടാക്കിയിട്ട് അവൻ കഥ അടയ്ക്കാൻ പോകുന്നതിന് മുമ്പേ അവളുടെ അടുത്ത് പറയാണ് തിരിച്ചു പോകണം, നിൻ്റെ ലൈഫിലോട്ട് നീ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് അവളെ നോക്കി സന്തോഷമായിട്ട് ചിരിച്ചിട്ട് കഥ അടയ്ക്കുന്നുണ്ട്. ഇവൾ പെട്ടെന്ന് ഓടി വന്ന് അവൻ്റെ കഥ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡോറിലൊക്കെ ഒരുപാട് പ്രാവശ്യം തട്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൾ കതവ് തുറക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു, അവൻ ഇപ്പോഴും കോമയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാവാണ്. അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ അബ്നോർമലായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ വന്ന് നോക്കുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് ഒരുപാട് കരയാണ്. അങ്ങനെ ഇവരെ ഫ്രണ്ട്സ് വന്നിട്ട് ഇവരെ നിർബന്ധിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവർ രണ്ടുപേരും ഇവനെ നന്നായിട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വരുന്നുണ്ട്. എന്നിട്ട് പറയണം അവൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഓക്കെയാണ്, അപ്പോൾ ഇപ്പോൾ നോർമൽ ഔട്ട് ഓഫ് ഡേഞ്ചറായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അവൻ്റെ കോൺഷ്യസ് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ലെങ്കിലും അവൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുകയും അതിൻ്റെ സന്തോഷം കൊണ്ട് ആ പെൺകുട്ടി ഒരുപാട് പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവൾ ഒരുപാട് പേടിച്ച് പോയിരുന്നു അവൻ എന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ച്. അങ്ങനെ അവൻ ഓക്കെ ആണെന്നറിയപ്പോൾ അവൾക്ക് ഒത്തിരി സമാധാനമാവുന്നുണ്ട്. അങ്ങനെ അവൾ വളരെ ഇമോഷണലായിട്ട് അവിടെ തന്നെ ഇരുന്ന് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് അവിടെ നടന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.